ഇവിടെ നല്ലൊരു സ്ഥാപനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ദീനിയായ കാര്യങ്ങൾ പഠിക്കണേ ചെറിയ പെൺകുട്ടികൾക്കും ആണുങ്ങൾക്കും പഠിക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലക്ക് അല്ലാഹു തആല ഉയർത്തി തരട്ടെ. അതിൽ മുമ്പ് സംസാരിച്ചു, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഫളീല പെൺകുട്ടികൾ, നിങ്ങൾ ഹിഫ്ദ് ഖുർആൻ മനപ്പാടാക്കുക. ഖുർആൻ പഠിക്കണതിനുള്ള കൂലിയൊക്കെ അറിയോ? ഒരു ഹർഫ് ഒരു ഗുണം ചെയ്തതിന് 10 കൂലി ഏതിനുണ്ട്. അപ്പോൾ അല്ലാഹു തആല ഒരു അലിഫ് എന്നത് പഠിച്ചാൽ ചുരുങ്ങിയതിന് 10 കൂലിയുണ്ട്. മനസ്സിലാക്കണം. അള്ളാഹു എന്നുള്ളതിലത്തെ ആദ്യത്തെ അലിഫാണല്ലോ. അപ്പോൾ അതിനൊക്കെ വലിയ കൂലിയുള്ള അതിൻ്റെ പുറത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഖുർആൻ മനപ്പാടാക്കുകയാണ്. മനപ്പാടാക്കണമെങ്കിൽ നിങ്ങളുടെ ഈ പറയക്കളായിരിക്കണം. വലിയവർക്ക് പഠിച്ച് മനപ്പാടാൻ പ്രയാസമാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉസ്താദന്മാർ പറയുന്നത് എന്താണെങ്കിലും അത് കേൾക്കുക. അവർ ചെയ്യും. അതിന് വേണ്ടത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും, അത് ചെയ്യുക. ഖുർആൻ ഹിഫ്ദാക്കുക, മനപ്പാടാക്കണം. അത് മറക്കരുത്. മറക്കാൻ പാടില്ല. അത് മനപ്പാടമായി അത് നിലനിൽക്കാനുള്ളതൊക്കെ ഉസ്താദന്മാർ ഉപദേശിക്കും. അതാ ഉസ്താദന്മാർ ഉപദേശിച്ചത് വീട്ടിൽ പോയാൽ മുമ്പ് ഇയാൾ സംസാരിച്ചല്ലോ, വീട്ടിൽ പോയി പഠിച്ചു പോയത് അത് അത് കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ മാതാപിതാക്കൾക്കും കൂടി അതിൻ്റെ ഒരു പരിചയം ഉണ്ടെങ്കിൽ അവരവിടുന്ന് ശീലിപ്പിക്കും. അത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങൾ ഖുർആൻ മനപ്പാടാക്കണം. മനപ്പാടാക്കിയിട്ട് അതുകൊണ്ട് മാത്രം നിൽക്കരുത്. ശരീഅത്തിൻ്റെ ശറഈയായിരിക്കുന്ന ഉലൂമുകളെ അത് പറ്റിയ നല്ല കോളേജുകൾ ദർസുകളൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ പഠിച്ച് അതിൻ്റെ ശേഷങ്ങളിൽ പിരിയാവും. ആ നിലക്ക് നിയ്യത്ത് ചെയ്ത് ഇന്നമല്ലായ്മാലും പിന്നീയാത്തിന്ന് പറഞ്ഞില്ലേ, അത് പഠിക്കുമ്പോൾ തന്നെ അത് കരുതി അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഖുർആൻ മനപ്പാടാക്കിയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറമുള്ള ഉയർന്ന കാര്യങ്ങളൊക്കെ ദീനിയായ കാര്യങ്ങൾ പഠിക്കുന്ന അതിലേക്ക് പോകണത് തലക്കം തന്നെ നിയ്യത്ത് ചെയ്യണം. അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ഈ മക്കളെയൊക്കെ നല്ല ഹാഫിദീങ്ങളാക്കട്ടെ. ഈ മക്കളെയൊക്കെ നല്ല ഉലമാക്കളാക്കട്ടെ. ദീനിന് നല്ല പ്രധാന എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉലമാക്കളും പണ്ഡിതന്മാരും ആക്കട്ടെ. അല്ലാഹു തആല നമ്മളെ മക്കളെയൊക്കെ ആക്കട്ടെ. നമ്മൾ ഉദ്ദേശമുള്ള ഇല്ലാത്തവരൊക്കെ ദീനിയായ കാര്യങ്ങളെ മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനുള്ള അർഹതയോടുകൂടെ പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവുകളും നമുക്ക് അള്ളാഹു ഓശാരമായി നൽകട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ബിസ്മി മാത്രമാണ് ചൊല്ലിത്തരുന്നത്. ചൊല്ലിക്കോട്ടെ എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ബിസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും പഠിക്കാനും പഠിപ്പിക്കുവാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ കോളേജിനും അതിൻ്റെ അഭിവൃദ്ധിയിലേക്ക് അല്ലാഹു തആല ഉയർത്തട്ടെ. എല്ലാ വിഷയങ്ങളും പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഉസ്താദന്മാർ വിവരിച്ചു തരും അതിൻ്റെ ഗുണങ്ങൾ. പഠിക്കുന്ന സമയത്ത് കളി അങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ കളി വിടണം. പഠിക്കുന്ന ആൾക്കാർ കുറേശ്ശൊക്കെ ചില പറയാകാരൊക്കെ അല്പാൽപ്പം ഒരമണിക്കൂറൊക്കെ കളിക്കാരൊക്കെ ഉസ്താദന്മാർ ഉപദേശിക്കും. കളിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു ഉപദേശിക്കും, ഉസ്താദന്മാർ ഉപദേശിക്കും. അത് പ്രകാരം പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ അല്ലാഹു തആല നിങ്ങൾ നല്ല ഉയർന്നവരാക്കും. അല്ലാഹു തആല നല്ല ദീനിന് എൻ്റെ ഖാദിമികളാക്കി അല്ലാഹു തആല നിങ്ങളെ വളർത്തട്ടെ. ഖുർആൻ ഹിഫ്ളൊക്കെ വേഗം പ്രയാസമില്ലാതെ വേഗം അല്ലാഹു തആല ഹിഫ്ളാക്കി തരട്ടെ. അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.